നമ്മുടെ ഈ പോഡ്കാസ്റ്റിന്റെ റിസർച്ചിന് വേണ്ടി ഞാൻ കുറച്ച് ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അതിനുവേണ്ടി മാത്രം അലോഷിയുടെ ആ ഒരു വിശാലമായ മനസ്സ് നമ്മുടെ ഈ അലോഷിയുടെ ഇത് പാളി. അപ്പോ ആ ടാക്ടിക്സ് അലോഷിക്ക് ഇല്ല. എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് മാച്ച് ഉണ്ടാക്കണ്ടേ, എങ്ങനെയാണ് ആൾക്കാരെ പറ്റിക്കണ്ടേ, ഒരു പ്രോപ്പർ മെത്തേഡ് ഉണ്ട്. അവന് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. അതായത് ലാസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല ഏതോ കുട്ടിയുടെ അടുത്ത് ഓൾ മെൻ ആർ ദ സെയിം എന്നോ. അയ്യോ, ഞാൻ വാലന്റൈൻസ് ഡേയുടെ സമയത്ത് ഭൂരിഭാഗവും സിംഗിൾ ആയിരുന്നു. മനസ്സിലായല്ലോ, ഷിപ്പിന്റെ ആളാന്ന് കിഡ്നിയും ലിവറും ഒക്കെ അടിച്ചോണ്ട് പോകും പിള്ളേര്. ആരോ അടിച്ചോണ്ട് പോവാൻ എന്തോ പ്രായമായാലും ഒന്നില്ലെങ്കിൽ ഇനി ഇതൊക്കെ എന്ത് ഒക്കെ ചാമ്പുന്നുണ്ട്. മെറ്റക്കാര് മൊത്തം ഓൾറെഡി ഉണ്ടാക്കിയെന്ന് തോന്നുന്നു, റിലീസ് ചെയ്തില്ല. നന്നായി. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ചുമ്മാ ഒരു പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് സെന്റ് ആൻഡ്രൂസ് ബീച്ചിലാണ്. ഒരു വെറൈറ്റി ലൊക്കേഷൻ പിടിക്കാന്ന്. അതെ, ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെ ആണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണ്ടേ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ലൊക്കേഷൻ മൊത്തത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ വാലന്റൈൻസ് വീക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു വീക്ക് കഴിഞ്ഞൊരു വീക്ക് വാലന്റൈൻസ് വീക്ക് എങ്ങനെയുണ്ടായിരുന്നു വാലന്റൈൻസ് ഡേ? ഇപ്പൊ എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഈ കൊല്ലം കൊള്ളായിരുന്നു. ഈ പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് ഇത്തിരി ബിസി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം നേരത്തെ ഒന്നും എടുക്കാൻ മോർണിംഗ് തന്നെ നമ്മൾ ഇങ്ങോട്ട് പോകും. അതെ, അപ്പൊ വാലന്റൈൻസ് ഡേ ആയിട്ട് നമുക്ക് എന്താണ് ആലോചിച്ച് നമ്മുടെ കയ്യിലുള്ളത്? നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പോഡ്കാസ്റ്റിന് വേണ്ടി മാത്രം. നമ്മൾ നമുക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യാണ്, സെൽഫ് ഗിഫ്റ്റിംഗ്. ഞാൻ എൻട്രിക്കിന് കൊടുക്കും, എൻട്രിക്ക് എനിക്ക് തിരിച്ച് ഗിഫ്റ്റ് ചെയ്യും. നമുക്ക് ലൈക്ക് അതെ, ഞാൻ ആക്ച്വലി ഇത് ഇറങ്ങിയത് 2 കൊല്ലം മുന്നേ 3 കൊല്ലം മുന്നേ തോന്നുന്നു. അതെ, നമ്മൾ 3 കൊല്ലം പോരാ, കാരണം ഞാൻ +2 ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ടാവല്ലോ. ഭാഗിച്ചത് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ, കാണാൻ വെറുതെ കടയിൽ പോയിട്ട് ചേട്ടൻ എനിക്ക് ഹാർഡ് പോപ്പ് പറഞ്ഞെന്ന് പറയില്ല. അന്ന് ഈ സാധനം ആക്ച്വലി നമ്മൾ +2 കഴിയുന്ന സമയം തോന്നുന്നു. അപ്പൊ ഹാർഡ് പോപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് ഈ സാധനം പുറത്തേക്ക് പോയി പരിസ്ഥിതി കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണല്ലോ. അപ്പൊ ആ ഒരു ഇത് വെച്ച് നീ എന്താ ഞാനൊന്നും കണ്ടിട്ടില്ല രാമനാരായണ. അതെ, അപ്പൊ അങ്ങനെ ഒരു ലൈക്ക് അത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അന്ന്. കൗതുകം പണ്ടേ കുറച്ച് കൂടുതലാണ്. അതെ, നമ്മളെപ്പോഴും കൗതുകമുള്ളതാണ്. അത് നമ്മുടെ കൊച്ചു മനസ്സിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് എപ്പോഴും നമ്മൾ കളയാതെ സൂക്ഷിക്കണം. അതെ അതെ, അതത്രേ ഉള്ളൂ. നമ്മള് ഇന്ന് ലൈവായിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയാ ഈ ബോക്സ് അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം എന്താ പറയാ, വേറെ ആരും മേടിച്ചു തരാനില്ല, നമുക്ക് മേടിച്ചു തരാരും ഇല്ലാത്തവര് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി മേടിക്കുവാണ്. സെൽഫ് ഗിഫ്റ്റിംഗ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നമ്മള് ആർട്ട് ഓഫ് സെൽഫ് ലവ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. സാധനം അൺബോക്സ് ചെയ്താൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ ലുല്ലു അല്ലേ, അതിന്റെ ഒരു റീൽ വരുന്നുണ്ട്, എല്ലാവരും കണ്ടാൽ നിങ്ങൾക്ക് ഒരു പക്ഷെ കണ്ടു കാണോ, അല്ലെങ്കിൽ വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് ഇപ്പോൾ ഹാർഡ് പോപ്പ്, ഡയറി മിൽക്ക് ഹാർഡ് പോപ്പ് അൺബോക്സിംഗ് ആണ്. അത് വരുന്നില്ലടാ. ഓ, ഇവിടെ പോടെ, ഇതൊക്കെ ആരെങ്കിലും എനിക്ക് മേടിച്ചു തന്നാ പോലും അൺബോക്സ് ചെയ്യാൻ പോലും അറിയില്ലല്ലോ. ഞാൻ പെട്ടിയാ വിളിച്ചത്, എനിക്ക് പരിചയമില്ലല്ലോ ഇതിനെ പറ്റി. ഓ പിന്നെ ഞാൻ ഇതൊക്കെ പഠിച്ചിട്ട് വന്നേണല്ലോ. ഒരാളെ ആലോചിച്ച് മേടിച്ചു കൊടുത്താൽ ഇത് പൊളിക്കാൻ പോലും പാവം പയ്യൻ അറിയില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾ എനിക്ക് തരാം. പരിചയമുള്ള എൻട്രിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ കാണിച്ചു തരും. അതാ, പരിചയക്കാരൻ കുറെ നേരമായില്ല, കുറെ നേരം ആയില്ല. ഇതൊക്കെ ഇതിനേതായിട്ടുള്ള അതിനൊരു ഇതുണ്ട്, നാക്ക് ഉണ്ട്. ആ നാക്കി വേണം പൊളിക്കാൻ. സൂക്ഷിച്ച് ഹാർട്ട് പൊട്ടി വരും. അയ്യോ ശരിയല്ലേ, ഹാർട്ട് പോപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സാധനം നമ്മൾ ഇന്നലെ വാങ്ങിച്ച സാധനം മെൽറ്റ് ആയിട്ടുണ്ടോ എന്ന് നല്ലൊരു സംശയം ഇല്ല എന്നില്ല. അതെ, ഇന്ന് രാവിലെ കട തുറക്കാൻ ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇന്നലെ സാധനം പോയി മേടിച്ച്. ഇതിന് മെൽറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കാഡ്ബറിക്ക് ഒരു സപ്പോർട്ട് ലെറ്റർ അയക്കുന്നതായിരിക്കും. അതെ, സാധനം പാക്കേജിങ് തീരെ പോരാ. സത്യം യെസ്, ഓൾമോസ്റ്റ് നമുക്ക് കിട്ടാനായിട്ടുണ്ട്. ഇപ്പൊ കിട്ടും, അടുത്ത നിമിഷം കിട്ടാൻ പോകുന്നു. ഇപ്പൊ കിട്ടും. വിഷയം പ്ലേസ് ഫോട്ടോ ഹീറൊക്കെ ഉണ്ടോ? അപ്പൊ ആദ്യം പൊളിച്ചിട്ട് വേണം ഒന്ന് കൊടുക്കാൻ. ഇത് കൊള്ളാം. ഇനി ഒരു അൺബോക്സിംഗ് കൂടി ഉണ്ട്. അലോഷിയുടെ അൺബോക്സിംഗ്. അവിടെ ഫോട്ടോ വെക്കാനുള്ള ഫോട്ടോ ഇവിടെ വെക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഹൗ ടു യൂസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കത് ആരുമില്ല, നമ്മൾ നമ്മുടെ ഫോട്ടോ തന്നെ വെക്കണം. യു മെൽറ്റ് മൈ ഹാർട്ട്. ഇതപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ കീറണം, വലിക്കല്ലേ? അതെ അതെ. ഓ, അവിടെ ഈ അലോഷിയുടെ ഇത് പാളി. അപ്പൊ ആ ടാക്ടിക്സ് അലോഷിക്ക് ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഫ്രഷ്. യെസ്, അതെന്താ യു മെൽറ്റ് മൈ ഹാർട്ട്. ഇത് ആക്ച്വലി 2026 സ്പെഷ്യൽ പാക്കേജിംഗ് ആ. ഇത് ഞാൻ ഇതായത് സംഭവം സെയിം തന്നെ. ലൈക്ക് ഈ പെട്ടി ആക്ച്വലി സ്വർണം കഴിഞ്ഞോലില്ലായിരുന്നു, വയലറ്റ് തന്നെയായിരുന്നു. ഇത് മെൽറ്റായി തോന്നട്ടോ കുറച്ചധികം. അയ്യോ അയ്യോടോ, ഹാർട്ട് പോപ്പ് കിട്ടും നമുക്ക് തോന്നുന്നില്ല. ഹാർട്ട് പോപ്പ് എന്നുള്ള ഒരു വിഷമം അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഞാൻ ഇത് മെൽറ്റ് ആവില്ലെന്ന് വിചാരിച്ചു. ആ പെട്ടിയിലിരിക്കുന്നുണ്ട്. കാഡ്ബറീസുകാർ പാലിച്ച് തേച്ചു. പാക്കേജിങ് പോരാട്ടോ, കാഡ്ബറി തീരെ പോരാ പാക്കേജിങ്. നമ്മൾ തന്നെ പൊട്ടിച്ച് നമ്മൾ തന്നെ തിന്നുന്ന ഒരു എപ്പിസോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇത് ഇതിനു മുന്നേ മറ്റേ എംഫോർടെക്കാര് ചെയ്തായിരുന്നു. ഒരു നാട്ടിലെ മുഴുവൻ മൊത്തം വാങ്ങിച്ചു. ഭയങ്കര ഇതായി. പിള്ളേരൊക്കെ എന്തോരം ആകിയിട്ടുണ്ടാവില്ലേ, എൻട്രിക്കിനെ പോലെ എത്ര പിള്ളേരാണെന്ന് കരഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അത് അന്ന് കാണുമ്പോ നമുക്ക് വിഷമാണെങ്കിലും ഇന്ന് നമുക്ക് വിഷമൊന്നുമില്ല. അത് സീൻ അത് നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മുടെ ഒത്തിരി കാശില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പോയില്ല. ഇതൊക്കെ വിജയിച്ചിട്ട് വേണം ഒരു വണ്ടി നിറച്ചും ഡയറി മിൽക്ക് വാങ്ങാൻ. പിന്നെ ഗൈസ് വേസ്റ്റ് ഒക്കെ പ്രോപ്പർലി ഡിസ്പോസ് ചെയ്യാം. അതാ നമ്മൾ സ്വച്ഛ് ഭാരതിന്റെ ആൾക്കാരാണ്, വേസ്റ്റ് വഴിയിലൊന്നും നടത്തില്ല. അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോ ബീച്ചിൽ വേസ്റ്റ് ഇട്ടു നമ്മുടെ ഫോട്ടോ അടക്കം വരും ഇവിടെ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ടെക്നിക്കലി. ഇത് അത്യാവശ്യത്തിൽ കൂടുതൽ നല്ല അവസ്ഥയായിട്ടുണ്ട്. ഹാർട്ട് പോപ്പ് ചെയ്യാൻ പോയിട്ട് ഈ സാധനം തിന്നാൻ പോലും പറ്റില്ല. ഇനി ഇവിടെ ഫ്രിഡ്ജ് നിനക്ക് ഉണ്ടാക്കണം അല്ലേ കൊള്ളാടെ സഹോദര. ഞാൻ ഇതിന്റെ ഹാർട്ട് പോപ്പിന്റെ ആ സ്ഥലം വരെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നില്ല ഹാർട്ട് പോപ്പിനുള്ള ഹാർട്ട് അവിടെ കാണുമെന്ന്. യെസ് ഗൈസ്, ഹാർട്ടിനൊന്നും സംഭവിച്ചിട്ടില്ല. ഗൈസ് പറ്റിയിട്ടുണ്ട്. പാളി. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് തിന്നിട്ട് കൊണ്ട് പോകേണ്ടി വരും. പിന്നെ കണ്ടോ, ഇതാണ് നമ്മുടെ ഹാർട്ട് പോപ്പ്. നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ പിടിച്ച് സാധനം പൊട്ടിപ്പോയി ഇത് ഹാർട്ട് പോപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം ഇതിനകത്ത് പറ്റുന്ന എനിക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഞാൻ എന്താ പറയാ, നമ്മൾ തോണ്ടി തിന്നേണ്ടി വരല്ലോ. സ്പൂൺ ഉണ്ടോ? ഓ അതൊക്കെ നിർബന്ധമൊന്നുമില്ല. ഇത് പിടിച്ച് ഞാൻ പിടിക്കാം. കൊള്ളാം ആക്ച്വലി അല്ലേ, കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. 1400 രൂപ കൊടുത്ത് ഇത്ര വിഷയമല്ലല്ലോ. അതെ, നമുക്ക് പെൺപിള്ളേർക്ക് വെച്ചിരിക്കുമ്പോൾ കുഴപ്പമില്ല. ഇത് സ്വന്തമായിട്ട് വാങ്ങിച്ചു കഴിക്കാനാകുമ്പോൾ ആർട്ട് ഓഫ് സെൽഫ് ഗിഫ്റ്റിംഗ് അങ്ങനെ വിചാരിച്ചാൽ ഇത് വേറെ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തായിരുന്നെങ്കിൽ നമുക്ക് കഴിക്കാനും കൂടി കിട്ടൂല. സത്യം ഇതിപ്പോ നമുക്ക് തിന്നാൻ കിട്ടിയെങ്കിലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്ന വെച്ചാൽ സെൽഫ് ലവിനെ കുറിച്ച്. വാലന്റൈൻസ് പറയുമ്പോൾ ആലോചിച്ച് എന്താണ് മനസ്സിലോടി വരുന്നത്? ഡയറി മിൽക്ക്, ബലൂൺസ്, പിന്നെ ഈ മറ്റേ 7 ദിവസങ്ങളുണ്ടല്ലോ ഹഗ് ഡേ, കിസ് ഡേ സാധനങ്ങൾ. അത് നമുക്കൊന്നും പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതന്നെ, ഇനി സമയം ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ആ വിശ്വാസം നമുക്ക് ഒരിക്കലും കളയുന്നില്ല. വാലന്റൈൻസ് ബാൻ ചെയ്ത് കളയില്ല കേട്ടോ. ഭാവിയിലാണെങ്കിലും എന്താ പറയാ, ആഘോഷിക്കാനുള്ളതാണ്. ഇപ്പൊ പറ്റിയില്ലെങ്കിലും ഒരു 5 കൊല്ലം കഴിയുമ്പോഴെങ്കിലും പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യണം. ഒരാഗ്രഹമാണ് നമുക്കുള്ളത്. ഞാനിപ്പോ നമ്മുടെ ഈ പോഡ്കാസ്റ്റിന്റെ റിസർച്ചിന് വേണ്ടി ഞാൻ കുറച്ച് ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി മാത്രം നമ്മള് പ്രോപ്പർ റിസർച്ച് ചെയ്യണല്ലോ. കുറച്ചധികം നോക്കിയപ്പോ എല്ലാ ഡേറ്റിംഗ് ആപ്പിലും ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഫൺ കാഷ്വൽ. അതൊക്കെയാണ് ഡേറ്റിംഗ് എന്ന് പറഞ്ഞൊരു കൾച്ചർ ഇന്ത്യയിൽ ഇല്ലായിരുന്നു ആക്ച്വലി. അതായത് അങ്ങനെ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ഇപ്പൊ കുറച്ച് ഒരു 3-4 കൊല്ലമായിട്ടാണ് ഡേറ്റിംഗ് ആപ്സ് ഇന്ത്യയിൽ വന്നതും ഒരു നല്ല രീതിയിൽ ക്ലിക്ക് ആവാൻ തുടങ്ങും. അതായത് പണ്ടൊക്കെ നമ്മളിപ്പോ പടങ്ങളിലും കാണുന്നതിലൊക്കെയാണ് ഡേറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇല്ലായിരുന്നു ഇൻ സെൻസ് പോപ്പുലർ അല്ലായിരുന്നു. പിന്നെ ഇപ്പൊ ഈ അടുത്താണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിലും ലൈക്ക് ഒരു പ്രോപ്പർ ഡേറ്റിംഗ്, അതായത് കൾച്ചർ വൈസ് ഇല്ല. ഇപ്പോഴും നമ്മുടെ ഇവിടെ കേരളത്തിൽ കൂടുതലും ഡേറ്റിംഗ് കൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചാവറ മാട്രിമോണിയാണ്. അതായത് നമുക്കിപ്പോ മറ്റേ ഫോറിൻ ഡേറ്റിംഗ് കൾച്ചർ വെച്ച് ഇന്ത്യൻ ഡേറ്റിംഗ് കൾച്ചറിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പൊ ഞാനിപ്പോ ആക്ച്വലി ഒരു ഡേറ്റിംഗ് ആപ്പ്, ഞാൻ ആദ്യം ഡേറ്റിംഗ് ആപ്പ് എടുക്കുന്നത് നമ്മളന്ന് മറ്റേ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഡേറ്റിംഗ് ആപ്പ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയാണ് ആക്ച്വലി ഞാൻ ആദ്യം റിസർച്ച് ഒന്നല്ല, അത് ഞാൻ മത്സി ബോൾസിനും ഞങ്ങളെ കൂടെ ഒരു ആപ്പ് ഡേറ്റിംഗ് ആപ്പ് ഉണ്ടാക്കി. ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയെന്ന് തോന്നുന്നു, പക്ഷെ റിലീസ് ചെയ്തില്ല. നന്നായി. അതായത് നമ്മളൊരു ക്ലയന്റിന് വേണ്ടി പണ്ട് ഒരു ഡേറ്റിംഗ് ആപ്പ് ഉണ്ടാക്കിയായിരുന്നു, ലവ്ഫിനിറ്റി എന്ന് പറഞ്ഞിട്ട്. അത് കാണാനൊക്കെ നല്ല രസമല്ലേ, പിങ്ക് കളറിൽ. കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് തൂക്കിയതാണെങ്കിലും കുറച്ച് അല്ല ടിൻഡർ അല്ല, നല്ല ലൈക്ക് രസമുള്ള യു ഐ കൈൻഡ് ഓഫ് ഒരു ഫൺ യു ഐ ആയിരുന്നു. അപ്പൊ അന്ന് അതിന് വേണ്ടിയാണ് ആക്ച്വലി ഞാൻ എടുത്തത്. അപ്പൊ ആ സാധനം എടുത്ത ശേഷം ഞാൻ പിന്നെ ഓക്കെ നമ്മളെന്തായാലും എടുക്കുന്നതാണല്ലോ. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഞാൻ അന്ന് റൈറ്റ് സ്വൈപ്പും സാധനങ്ങളൊക്കെ അന്ന് നമുക്ക് അറിയില്ല പകുതി സാധനങ്ങൾ. നമ്മൾ ചെയ്ത് നോക്കി പിന്നെ അങ്ങനെ അതെ ശീലമായി. അതാണ് പ്രശ്നം. ഓ നമ്മൾ ഹാർട്ടിൽ എത്തിയിട്ടല്ലോ. നെക്സ്റ്റ് ഹാർട്ടാ. ഒയ്യോ ഹാർട്ടിന്റെ മേലെ ആയത്. നമ്മളിപ്പോ പിന്നെ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ലേറ്റസ്റ്റ് ടിൻഡറൊക്കെ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, എക്സ്പെൻസീവ് ആണ്. എല്ലാരും എക്സ്പെൻസീവ്, എല്ലാരും പൈസ കൊടുത്താലാണ് പ്രൊഫൈലുകൾ കാണാൻ പറ്റുള്ളൂ. എല്ലാം ബിസിനസ് മോഡൽ, നൈസ് ബിസിനസ് മോഡലാണ്. അതായത് പിന്നെ ടിൻഡർ ആക്ച്വലി എനിക്ക് തോന്നുന്നു വളരെ അൺസേഫ് ആണ്. അൺസേഫ് ഇൻ സെൻസ് അതായത് ഫുൾ ഫേക്ക് പ്രൊഫൈൽസ് ഒക്കെ ആയിരിക്കും. അതായത് പെമ്പിളരെ സംബന്ധിച്ചിടത്തോളം അറിയില്ല, പെമ്പിളർക്കായാലും ആമ്പിളർക്കായാലും എല്ലാ ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമും യൂസ് ചെയ്യുന്ന ഒരു ശ്രദ്ധിക്കുക. ലൈക്ക് ഇപ്പൊ നല്ല രീതിയിൽ സ്കാമുകൾ നടക്കുന്നുണ്ട്. കിഡ്നിയും ലിവറൊക്കെ അടിച്ചോണ്ട് പോകും പിള്ളേര്. ആരോ അടിച്ചോണ്ട് പോകാൻ എന്തോ ഒരു ഡേറ്റിംഗ് ആപ്പ് അല്ലേ അത് നമ്മൾ വേറൊരു എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നതായിരിക്കും. എന്റെ കിഡ്നി ഹാർട്ട് എന്തൊക്കെ പോകാൻ ജസ്റ്റ് ബ്ലഡ് ഡൊണേഷൻ കൊണ്ടുപോകാൻ പോയത് ബസ്സിലിട്ട്. ഒന്നും ചോദിക്കാണ്ട് പുള്ളിക്കാരുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും തപ്പി പിടിച്ച് വരരുത് പ്ലീസ്.
അപ്പൊ അങ്ങനെ അപ്പൊ എനിക്ക് തോന്നുന്നു ബമ്പിളാണ് കുറച്ചുകൂടെ ലൈക്ക് ഇപ്പൊ ഐ മീൻ സേഫ് എന്നുള്ളത് മാത്രമല്ല കുറച്ച് ഹിഞ്ചും കുഴപ്പമില്ല കേട്ടോ കാര്യത്തിൽ കുറച്ചും കൂടി എനിക്ക് എന്റെ യുഐയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് വെറുതെ ഇപ്പൊ ഒരു പ്രൊഫൈല് ലൈക്ക് ചെയ്യുന്നതിന് പകരം ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്താണ് അതിലൊക്കെ ഒരു ഇതുള്ളത്. ഹിഞ്ച് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ഡേറ്റിംഗ് കൈൻഡ് ഓഫ് ഇതാണ്. മറ്റേ ബമ്പിളിൽ അങ്ങനെയില്ല, റിലേഷൻഷിപ്പ് ആവാം. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡേറ്റിംഗ് ആപ്പ് എടുക്കുമ്പോഴും ഓരോരുത്തർ, ഇപ്പൊ ഞാനാണെങ്കിൽ ഇവരാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇന്റൻഷൻസ് ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആരെടുക്കുന്നതാണെങ്കിലും നമ്മൾ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ലൈക്ക് ഇന്റൻഷനോടെയാണ് ആൾക്കാർ വരുന്നത്. ലൈക്ക് ഫ്രണ്ട്സ് ആവാൻ വരുന്നത്. സംഭവം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞൊരു ആപ്പ് ഇല്ലല്ലോ. അതിനെ പുറത്തൂടെ പറയുന്നില്ല അതിനെ പറ്റി കൂടുതലായിട്ട്. അതായത് ലൈക്ക് അത് ഫോൾസ് മാർക്കറ്റിംഗ് ആണ്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ ആക്ച്വലി പിന്നെ ഇത് ട്രാൻഡ്രം വന്ന ശേഷം എന്റെ ഒരു ബ്ലോഗൊക്കെ ഉണ്ട്, വൈറൽ ബ്ലോഗ് ഉണ്ടായിരുന്നു മീഡിയത്തിൽ. അയ്യോ അത് എനിക്ക് തോന്നുന്നു എന്റെ ഓഫീസിലെ ആൾക്കാരെ കുത്തിപ്പൊക്കി ആകെ വൈറലായ ഒരു ബ്ലോഗ് ആയിരുന്നത്. അതിപ്പോഴും കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, വെറൈറ്റി ബ്ലോഗ് വായിച്ചു നോക്കി. അതായത് എന്റെ ബമ്പിൾ എക്സ്പീരിയൻസ്, ബമ്പിളായിരിക്കും എക്സ്പീരിയൻസ്. ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ആക്ച്വലി ഉണ്ടായ കുറച്ച് സിനാരിയോസ് എഴുതിയതാണ്. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഓരോരുത്തരും നമ്മളിപ്പോ ഒരു 5 പേരെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ 5 പേരുടെ മൈൻഡ് സെറ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഭയങ്കര, അതായത് അവരായിട്ടുള്ള കോൺവെർസേഷൻസ് വരെ നമ്മൾ പറയുന്നത് ചോദിക്കുന്നതൊക്കെ സെയിം ആയിരിക്കും. പക്ഷെ അവരുടെ റിപ്ലൈ ആണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഭയങ്കര ഡൈവേഴ്സ്. അപ്പൊ എനിക്ക് അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി. ലൈക്ക് ഓക്കെ, ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, ലൈക്ക് നോട്ട് ഇൻ എ ബാഡ് സെൻസ്. പക്ഷെ എന്താ പറയാ, പല നമുക്ക് ഒരുപാട് കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റിയിലെ ആൾക്കാരെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഭയങ്കര ഒരു ആക്ച്വലി കൊച്ചിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. അവൻ എനിക്കെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബമ്പിൾ, ടിൻഡർ തുടങ്ങിയ എല്ലാ ആപ്പുകളുടെയും ഒരു അൽഗോരിതം പറഞ്ഞു തന്നായിരുന്നു. എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് മാച്ച് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരെ പറ്റിക്കേണ്ടത്, ഒരു പ്രോപ്പർ മെത്തേഡ് ഉണ്ട്. അതായത് ഇനീഷ്യലി നമ്മൾ ആരും ലൈക്ക് ചെയ്യാൻ പാടില്ല, എല്ലാവരും ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്ത് കളയുക. അതിനുശേഷം ഒരുമാതിരി അവന് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഹിഞ്ചിലേക്കാണെങ്കിൽ സ്ഥിരം ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതായത് ആസ്ക് മീ എനിത്തിങ്ങിന്റെ അടിയിൽ നേരെ കൊണ്ട് അവൻ കമന്റ് ഇടും, കല്യാൺ സിൽസിലെ ആഡിസയിൽ നടന്നത് അറിഞ്ഞോ എന്തോ പറഞ്ഞു. പുള്ളി റിപ്ലൈ അയക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണോ അതോ ഐ ഡോണ്ട് നോ, ബട്ട് സ്റ്റിൽ ഹി ഗെറ്റ്സ് എ ലോട്ട് ഓഫ് മാച്ചസ്. കൊള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്ത് നമ്മളിപ്പോ എന്താ പറയാ, നമ്മുടെ റൂമിൽ ചുമ്മാ വെറുതെ ഡിസ്കഷൻ വന്നല്ലോ നമ്മുടെ ഡേറ്റിംഗ് ആപ്സിനെ പറ്റി. അത് കഴിഞ്ഞ പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ റീൽസിൽ മുഴുവൻ ഈ സാധനം എങ്ങനെ നമുക്ക് ഫസ്റ്റ് മാച്ച് ഉണ്ടാക്കാം. ഐ മീൻ ഇംഗ്ലീഷ് ആയിട്ടോ, നല്ല ഹിഞ്ച് ഓപ്പണേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈസിയർ ഇതൊക്കെ എന്ത് ഒക്കെ ചാമ്പുന്നുണ്ട് മെറ്റക്കാര് മൊത്തം ഡാറ്റും. അത് നമ്മളിപ്പോ കുഴപ്പമില്ല. പക്ഷെ ആ സ്റ്റോക്ക് ഡയറി മിൽക്ക് വാങ്ങാൻ പറഞ്ഞില്ലേ, ഡയറി മിൽക്കിനെ കുറിച്ച് എനിക്ക് പൊതുവെ ഇപ്പൊ സജഷൻസ് വന്നു തുടങ്ങിയായിരുന്നു. വാലന്റൈൻസ് ഡേ എല്ലാം നോക്കുന്നുണ്ട്, ഒന്നിനും ഒരു കുറവ് വരുത്തുന്നില്ല. പക്ഷെ അപ്പൊ നമ്മളെന്താ ഡേറ്റിംഗ് കൾച്ചറിനെ പറ്റി പറഞ്ഞിരുന്നത് അല്ലേ. അപ്പൊ ലൈക്ക് എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഡേറ്റിംഗ് എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ലൈക്ക് ഓക്കെ, ഒരു ഹെൽത്തി രീതിയിൽ, ഒരു നല്ല രീതിയിൽ ഇപ്പൊ ലൈക്ക് ഇപ്പം ബമ്പിളൊന്നും അപ്പൊ അരികെ മലയാളീസ് അങ്ങനെ എന്തോ അത് നമ്മൾ പറയുന്നില്ല. അതെ അതെ. അപ്പൊ അങ്ങനെ ഡേറ്റിംഗ് വെച്ച്, ഐ മീൻ ഡേറ്റിംഗ് ആപ്പ് വെച്ച് പരിചയപ്പെട്ട് കല്യാണം വരെ എത്തുന്ന ആളുകളൊക്കെ പുതിയൊരു ആപ്പ് ഐൽസ് എന്ന് പറഞ്ഞ വേറെ പുതിയ സാധനം കണ്ടായിരുന്നു. അയിൽ അത് പണ്ടത്തെ, അത് അരികയുടെ പാരന്റ് കമ്പനിയാണ് അയില്. അതെ, അവർക്ക് തന്നെ അൻപേ ഉണ്ട്, അരികെ ഉണ്ട്. ലൈക്ക് ഓരോ ലാംഗ്വേജിലും സ്പെസിഫിക് ആയിട്ട്. അത് ആക്ച്വലി സെയിം UI ആണ്, കളർ മാത്രം വ്യത്യാസം, പ്ലസ് ആ ഒരു ചില ഫീൽഡിൽ മാത്രമേ വ്യത്യാസമുള്ളൂ തോന്നുന്നു. ലൈക്ക് ഓരോ റീജിയൻ സ്പെസിഫിക് ആയിട്ട്. അത് ആക്ച്വലി നല്ലൊരു സ്ട്രാറ്റജി ആണ്, കാരണം ഒരൊറ്റ ആപ്പ് ഇറക്കിയാൽ മതി, അതിന്റെ തന്നെ 5 വെർട്ടിക്കൽ ഇറക്കുന്നത്. അപ്പൊ ഞങ്ങൾ അന്ന് ഈ ഞാൻ ഡേറ്റിംഗ് ആപ്പ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അന്ന് നമ്മൾ ഈ കഥ കേട്ടിട്ടില്ല. പിന്നെ ഞാൻ ഒരിക്കൽ ഒരു പുള്ളിക്കാരന്റെ ഈ അരികയുടെ ഫൗണ്ടറിന്റെ, ഐ മീൻ എലിന്റെ ഫൗണ്ടറിന്റെ മറ്റേ യൂട്യൂബ് ചാനലിൽ ആളുടെ സ്റ്റോറി പറയുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതും ആക്ച്വലി ഒരു നല്ല സ്ട്രാറ്റജിയാണ്. ലൈക്ക് ഒരൊറ്റ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഡിഫറെന്റ് റീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറെന്റ് വേർഷൻസ് ഇറക്കിയിട്ട് അത് ആക്ച്വലി ഒരു നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പൊ നമുക്ക് ആളുകളെ പരിചയപ്പെടാൻ, പിന്നെ ലൈക്ക് ചുമ്മാ ഡേറ്റിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ചായ പിടിക്കാൻ പോവാ, ലൈക്ക് ചുമ്മാ വർത്തമാനം പറഞ്ഞിരിക്കുക. ആക്ച്വലി അതെ, അത് നമ്മളിപ്പോ ഒത്തിരി ബാഡ് സെൻസിൽ കാണേണ്ട ആവശ്യമില്ല. ചിലര് ലൈക്ക് അങ്ങനത്തെ, ഐ മീൻ ലൈക്ക് വൺ നൈറ്റ് സ്റ്റാൻഡ് പോലത്തെ നമുക്ക് റിസ്ക് ആണ് ടോപ്പിക്. അല്ല ഞാൻ പറയുക, ലൈക്ക് അങ്ങനെ മാത്രം ചിന്തിച്ച് വരുന്ന, അതായത് ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശിക്കുന്നത് മാത്രമാണെന്ന് വിചാരിച്ചിറക്കുന്ന കുറെ പേരുണ്ട്. അതെ അതെ അതെ. അതെ, ഞാൻ ട്രൂ ലവ് കിട്ടുന്നൊന്നും പറയുന്നില്ല, പക്ഷെ എന്നാലും ലൈക്ക് ഓക്കെ, കീപ് ഇറ്റ് എപ്പോഴും ഒരു, അതായത് നമുക്കൊരു ബൗണ്ടറി ഉണ്ടാവണം, അപ്പുറം നിൽക്കുന്ന ആൾക്കൊരു ബൗണ്ടറി ഉണ്ടാവണം. ഡെഫിനറ്റ്ലി ആ ഒരു സാധനം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. പിന്നെ എപ്പോഴും ലൈക്ക് ഒരു ലൈക്ക് എപ്പോഴും റെസ്പെക്ട് ചെയ്യുക അപ്പുറത്തിരിക്കുന്ന ആളെ. നമ്മൾ ചുമ്മാ കയറി പോയിട്ട് അവന്റെ ഓരോന്ന് പറയും, നമ്മളോരോന്ന് പറയും. അത് ലൈക്ക് അത് നമ്മളെപ്പോഴും ഒരു അറിയാലോ, നമ്മൾ സംസാരിക്കുമ്പോൾ കീപ്പ് ചെയ്യണം, അത്രേ ഉള്ളൂ.
അങ്ങനെ കീപ്പ് ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നു ഡേറ്റിംഗ് ആപ്സിൽ ഒത്തിരി ഇപ്പൊ കുറെ പേര് എനിക്ക് തോന്നുന്നു ഒരൊറ്റ ബാഡ് എക്സ്പീരിയൻസ് കാരണം ഡേറ്റിംഗ് ആപ്പിൽ എല്ലാവരും ഒരേപോലെയാണ്. അതാ എല്ലാവരും ഒരേപോലെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എനിക്കൊരിക്കൽ അതുപോലെ എന്തോ ലാസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല, ഏതോ കുട്ടിയുടെ അടുത്ത് ഓൾ മെൻ ആർ ദ സെയിം എന്നോ. അയ്യോ അത് ഈശ്വര, അത് നമ്മൾ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ എന്തോ ലൈക്ക് നമ്മള് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം കൊടുക്കുമല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ എന്തോ റീൽ അയച്ചു ലൈക്ക് ഇങ്ങനെ മറ്റേ എന്താ പറയാ മറ്റേ ഒരേ കഫേയിൽ തന്നെ നമ്മളൊരു 4-5 പേര് പോയിട്ട് അപ്പൊ ആ മറ്റേ കഫേയിലെ ആളുകൾക്ക് ഈ ഈ പയ്യനെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അവനെ നോക്കി ചിരിക്കുന്ന ഒരു റീല്. അതിന് മേലെ എതിരുണ്ട് ടേക്കിംഗ് ദ ഗേൾ, ഐ മീൻ ദ ഫോർത്ത് ഗേൾ ഫോർ ടു ദ സെയിം കഫേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം. അപ്പൊ ഞാൻ ആ റീല പുള്ളിക്കാരിക്ക് അയച്ചത്. അപ്പൊ പുള്ളിക്കാരി പറയുന്നത് ഓൾ മെൻ ആർ ദ സെയിം. ഞാൻ ഈസിയാ ഡോണ്ട് ജഡ്ജ് ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരി പറയാ അതങ്ങനെയാണ്, ഇങ്ങനെ നമുക്കറിയാം ഓൾറെഡി എന്നൊക്കെ. അപ്പൊ ഞാൻ ഓക്കെ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നു. ലൈക്ക് അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഞാൻ ചിലരൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യായിരുന്നു. ഐ മീൻ ലൈക്ക് ഇങ്ങനെയല്ല, ഇങ്ങനെ ആൾക്കാർ അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ല. പ്രായമായില്ല ഒന്നില്ലെങ്കിൽ ഇനി നമ്മളിപ്പോ ആൾക്കാരെ പറഞ്ഞ് നന്നാക്കേണ്ട അവസ്ഥയായി. മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞാൽ നമ്മൾ ചിമ്മാ കൊടുക്കും. വീട്ടുകാരൊക്കെ കൺവിൻസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് നമ്മുടെ പ്രായമുള്ള ഈ ലോകം മൊത്തം കണ്ടിട്ടുള്ള ആൾക്കാർ കയറി നിങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ. ശരിയാ, പക്ഷെ ലൈക്ക് കുറച്ചൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ലൈക്ക് ഇപ്പൊ ചിലപ്പോ അവര് അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഓക്കെ. ലൈക്ക് നമ്മൾ പറഞ്ഞൊരു സംഭവം നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ ഓക്കെ അങ്ങനെയാണല്ലേ ശരി. അല്ലാതെ തിരിച്ച് 4 വർത്താനം അതേപോലെ തിരിച്ചു പറയുന്ന ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു കല്ലിന്റെ അടുത്ത് എത്ര കഥ പറഞ്ഞിട്ടും കാര്യമില്ല, ചുമരിനോട് പറയുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പൊ അങ്ങനെ ഡേറ്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഡൈവേഴ്സ് ആണ് ഇപ്പൊ. പിന്നെ ഇന്ത്യയിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ബെഞ്ചിങ് ഉണ്ട്. ഞാൻ ഈ അടുത്ത ഈ കുറെ ഷിപ്പിന്റെയും ബെഞ്ചിന്റെയും കാര്യമൊക്കെ പറഞ്ഞത് അത് വേറെ. അത് ഞാൻ ഏതോ ഒരു നമ്മുടെ തന്നെ മലയാളത്തിൽ തന്നെ ഒരു പുള്ളിക്കാരന്റെ മറ്റേ പേര് ഞാൻ ഓർക്കുന്നില്ല. ലൈക്ക് ഇങ്ങനെ ഓരോ സാധനം അമ്മ ഫോണിൽ നോക്കിട്ട് ഇതെന്താ പറയുക ഇതെന്താ പറയുക. അതെനിക്ക് ജെൻ ആൽഫ ടേംസ്, ജെൻസി ടേംസ് എന്ന് പറയുന്നുണ്ട്. നമ്മള് കുറച്ച് ലേറ്റ് ജെൻസി, ജസ്റ്റ് മിസ് മറ്റേ മില്ലേനിയൽസുമായിട്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ഐഡിയ ഇല്ല. എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് ടേംസ് സിറ്റുവേഷൻഷിപ്പ് അറിയാം, നമ്മളറിയാം, ബെഞ്ചിങ് അറിയാം, പിന്നെ വേറെ എന്തൊക്കെയുള്ള പിന്നെ ബെസ്റ്റ് പണ്ട് തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് പിന്നെ അതൊക്കെ പണ്ട് തൊട്ടുള്ള അതുണ്ട്. പിന്നെ ബെസ്റ്റ് അതൊക്കെ പണ്ടുള്ളതാ. ഈ ഷിപ്പുകളാണ് കുറെ ഇപ്പൊ വന്നത്. പിന്നെ ക്രംബിങ്ങോ അങ്ങനെ എന്താ സാധനം അതുണ്ട്. പിന്നെ ജാറിങ് ഉണ്ട്. പിന്നെ മറ്റേ സാധനം ഉണ്ടോ, അതായത് സ്നോ വിന്റർ വിന്റർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതായത് തണുപ്പുള്ള സമയത്തും വെയിലുള്ള സമയത്തും ഒക്കെ വേറെ 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 ആൾക്കാർ. ബെഞ്ചിങ് ഒക്കെ വളരെ നൈസ്. അതായത് നമ്മൾ ആദ്യം ഒരു സെക്കൻഡ് പിന്നാലെ ഒരു ബെഞ്ചിൽ നമ്മളിരിക്കുന്ന പോലെ ആദ്യം ഡ്രിക്കിന്റെ അടുത്ത് വരും, പിന്നെ എന്റെ അടുത്ത് വരും, പിന്നെ വേറെ ഒരു ബെഞ്ചാകുമ്പോൾ ഇരിക്കാലോ. എന്ത് കുറ്റം പറയുമ്പോൾ മറ്റേ പടം മോഹൻലാൽ പറയുന്നത് ഒരു പൂവിൽ നിന്ന് മറ്റേ പൂവിലേക്ക് പോകുന്നു, അങ്ങനെയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് ഇഷ്ടമല്ല തോന്നുന്നു. ഇല്ല നമ്മളതിനൊന്നും ലൈക്ക് ജസ്റ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കോമണൈസ് ചെയ്യാനോ നോക്കുന്നില്ല. അത് ലൈക്ക് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ്. നമുക്ക് എല്ലാവരും നന്നാക്കാനൊന്നും പറ്റത്തില്ല. എല്ലാവർക്കും നല്ല ആൾക്കാരും മോശം ആൾക്കാരും. ഞാൻ പുണ്യാളെന്നല്ല നമ്മൾ പറയുന്നത്. ഇൻസ്റ്റ എടുത്ത് നോക്കിയാൽ മതി, പുണ്യാളുടെ പലതും കാണാൻ പറ്റും. കാണാൻ തോന്നുന്നില്ല അങ്ങനെ. അപ്പോ ആക്ച്വലി അതായത് ഇപ്പൊ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോ പണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു റിലേഷൻഷിപ്പ്, നമുക്കൊരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വില ഉണ്ടായിരുന്നു. ലൈക്ക് ഓക്കെ ഒരു റിലേഷൻഷിപ്പ് ആണ് ഓക്കെ. ഇപ്പൊ പണ്ട് ആൾക്കാർ സദാചാരം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഓടിക്കാൻ വരുമെങ്കിലും നമുക്കൊരു ഒരു ഒരു വില ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ. ലൈക്ക് കാലം മാറി. വളരെ അത് എനിക്ക് തോന്നുന്നു ഭയങ്കര സ്മോൾ എമൗണ്ട് ഓഫ് ടൈമിലാണ് നമ്മൾ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ കളികളൊക്കെ നടന്നത്. ഞങ്ങളുടെ കോളേജിൽ ഞാൻ കോളേജിലുള്ളപ്പോ എനിക്ക് ഒന്നും അറിയത്തില്ല. നമ്മുടെ കോളേജിലായതുകൊണ്ടാണ് നമ്മളൊന്നും അറിയാണ്ട്. ഗതി മനസ്സിലാവുന്നുണ്ട്. ആ സാധ്യം മണ്ണ് കയറും. അത് നീ തിന്നു തീർത്തോ ഒരു സൈഡ്, അല്ലെങ്കിൽ അടച്ചു പൊതിഞ്ഞു വെക്കാം. തലക്കടിച്ചു തുടങ്ങി. അതെ അടച്ചേ. പിന്നെ നമുക്ക് അടുത്ത പോഡ്കാസ്റ്റിന് വേണ്ടി മാറ്റി വെക്കാം. അല്ലല്ലേ, അത് വീട്ടിൽ പോയി തിന്നാ ഞാൻ തിന്നുണ്ട്. അലോഷിക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വല്ലതും കിട്ടിയിട്ടുണ്ടോ ഇതുവരെ? ഇന്നല്ല ഇതുവരെ മുന്നേ ഞാൻ വാലന്റൈൻസ് ഡേയുടെ സമയത്ത് ഭൂരിഭാഗവും സിംഗിൾ ആയിരുന്നു. മനസ്സിലായല്ലോ, ഞാൻ ഭൂരിഭാഗവും സിംഗിൾ ആയിരുന്നു. അപ്പോ വാലന്റൈൻസ് ഡേയുടെ ഒന്ന് ഗിഫ്റ്റ് തരാൻ മാത്രം ബന്ധങ്ങളിലേക്കൊന്നും നമ്മൾ പോവാറില്ല. ഷിപ്പിന്റെ ആളാന്ന് പറഞ്ഞു ബന്ധങ്ങളിലേക്ക്. എന്റെ ഐഡിയൽ ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഞാനൊരു ബീച്ച് പേഴ്സൺ അല്ല, എനിക്ക് ബീച്ച് ഇഷ്ടമല്ല. ഞാൻ നേരെ എവിടേക്ക് പോകുന്ന വെച്ചാൽ എനിക്ക് വല്ല തട്ടുകട സെറ്റപ്പോ, എനിക്ക് തട്ടുകടയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ കെട്ടാൻ പോകുന്ന വെച്ചാണെങ്കിൽ അതുപോലത്തെ സാധനങ്ങൾ ഫുഡിന് വേണ്ടി ക്രേവ് ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കണം. അതുപോലെ തന്നെ കുറെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയായിരിക്കണം. അത് എനിക്ക് കുറച്ച് ഇഷ്ടങ്ങളുണ്ട്, ആ ഇഷ്ടങ്ങളൊക്കെ ആ കുട്ടിക്കും വേണം.
അങ്ങനെ പറയാൻ പറ്റില്ല ചേച്ചി, അതൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മുടെ ഇഷ്ടങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ മതി. സപ്പോർട്ട് ഓക്കെ, അതായത് സപ്പോർട്ട് ചെയ്താലും എനിക്ക് മതി. ട്രാവൽ ഇഷ്ടമാണെന്ന് വെച്ചാൽ പുള്ളിക്കാർക്ക് ട്രാവൽ ഇഷ്ടമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനത്തെ കുട്ടീനെ മതി, അത് എനിക്ക് അങ്ങനത്തെ കുട്ടീനെ മതിയല്ലോ. കഷ്ടപ്പെടും ഇല്ല, കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മള് മതി. മറ്റേ ഈ കടലിൽ നിന്ന് മീൻ പിടിക്കുന്ന പോലെ എത്രയോ വലിയ കടല, 1-2 എണ്ണം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ, അതിലേതെങ്കിലും എന്തായാലും നമുക്കുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ശരി, ചിലപ്പോ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ആരെങ്കിലും അങ്ങനെ തോന്നി പിടിക്കുന്നില്ലെങ്കിൽ ഞാൻ സിംഗിൾ ആയിട്ട് എപ്പോഴും ഞാൻ പറയാ റിസർച്ച് ചെയ്ത ശേഷം മാത്രം. ഇല്ല, ആരുടെ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഡേറ്റ് എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു ലൈക്ക് ഞാൻ പറയല്ലോ, നമ്മൾ രണ്ടുപേരുടെ ഇൻട്രസ്റ്റുകൾ ഷെയർ ചെയ്യാം, എങ്ങനെയാണ് കോമൺ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് പോവാ. ലൈക്ക് ബീച്ച് പേഴ്സൺ, ആ പുള്ളിക്കാരി ബീച്ച് പേഴ്സൺ ഒക്കെ. ഞാൻ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷെ എന്നാലും ഐ പ്രിഫർ മറ്റേ മൗണ്ടൻസ്, മൗണ്ടൻ ബീച്ചസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ലൈക്ക് അല്ലെങ്കിൽ ബീച്ച് എന്ന് പറയുമ്പോ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഇത്ര ശാന്തത ഇഷ്ടമല്ല. ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട്, എന്താ പറയാ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള പുള്ളിക്കാരനാണ്. എനിക്ക് ഓടി നടക്കുന്ന പരിപാടികളും ബീച്ചിൽ നടക്കാനും കൂടി പറ്റില്ല മര്യാദക്ക്. പോയി ഇല്ല, അതെ ബീച്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഐ മീൻ മോശമൊന്നുമല്ല കേട്ടോ, ബീച്ച് ഇഷ്ടമുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട്. ബീച്ചിൽ ഇഷ്ടമില്ലായില്ല, പക്ഷെ എന്നാലും ലൈക്ക് ഐ പ്രിഫർ ബീച്ച് അല്ലാത്ത സ്ഥലങ്ങൾ. അതാണ്. ഞാൻ പിന്നെ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആളാണ്, അപ്പോൾ ട്രാവലിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ആളാവാം. പിന്നെ ലൈക്ക് കഫേ ഹോപ്പിംഗ്, നമ്മള് ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. അതെ, അപ്പൊ കഫേ ഹോപ്പിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര നല്ലൊരു പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയല്ലോ, ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾ, അത്രേ ഉള്ളൂ. പിന്നെ ലൈക്ക് ഫോട്ടോ എടുക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ആള്, അതെ വീഡിയോ എടുക്കാൻ ഇഷ്ടമുള്ളത്, അങ്ങനെ അത്രേ ഉള്ളൂ ബേസിക്കലി. അപ്പൊ അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റുകൾ മാച്ച് ചെയ്ത് നമുക്ക് ആ ഒരു മാച്ച്, നീ പറഞ്ഞ പോലെ മാച്ച് ആവണമെന്നില്ല, ലൈക്ക് ദേ ഷുഡ് സപ്പോർട്ട് ഈച്ച് അതർ. അതായത് അത്രേ ഉള്ളൂ. എനിക്കിപ്പോ ട്രാവൽ ചെയ്യാൻ ഇഷ്ടം, എനിക്ക് മല കയറാൻ പോകാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്റെ കൂടെയുള്ള പാർട്ണർ അല്ലെങ്കിൽ ആള് പറയും നീ പോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കൂടെ വരാം, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്നില്ല കൂടെ വരാം, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് പോരാ എന്ന് പറയുന്നത് എപ്പോഴും മലയുടെ മേലിൽ എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല. ഞങ്ങൾക്ക് എനിക്കൊരു കസിൻ ഉണ്ട്, പേര് ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരനും ചേച്ചിയും എന്റെ ഐഡിയൽ പാർട്ട്നേഴ്സ് അവർ രണ്ടുപേരാ, പുള്ളിക്കാരനും ചേച്ചി. പേര് ഞാൻ പറയുന്നില്ല, അവരങ്ങനെ പബ്ലിസിറ്റി ഉണ്ടാക്കണ്ട. അവരെന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാ. അതായത് ചേട്ടൻ ഇതിന് പോകും, ട്രക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന കൂട്ടത്തില. ചേച്ചി ആണെങ്കിലും ചേട്ടൻ എവിടേക്കൊക്കെ പോകണം അവിടെയൊക്കെ വാലായിട്ട് പോകും. ഇപ്പൊ വാലായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് നീ പോയിട്ട് പോവാ, ഞാനിവിടെ വീട്ടിൽ സെറ്റ് ചെയ്ത് ഇരുന്നോട്ടെ. അല്ലെങ്കിൽ ചേച്ചി ഒറ്റയ്ക്ക് പോകും, ചേട്ടൻ വീട്ടിലിരിക്കും, പണിയെടുക്കും. സപ്പോർട്ടീവ് ആയിട്ടുള്ള ബിഹേവിയർ, ആ ഒരു ഇതാണ് നമ്മളെ എപ്പോഴും ലൈക്ക് ഒരു വേണ്ടത്. അതായത് ഈ മറ്റേ 50-50 കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ശരിയാവില്ല. കഴിഞ്ഞ ദിവസം റീല് കണ്ടായിരുന്നു, നീയാണ് എനിക്ക് കാണിച്ചു തന്നെ. അതായത് ഞാൻ പാത്രം കഴുകണം, നീ മറ്റേത് നമ്മൾ കഴുകുന്നില്ലെന്നല്ല പറയുന്നത്. അതായത് അല്ല, ഇത് 50-50 എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. അതായത് എന്ന് വെച്ച് പണിയെടുക്കുന്നത്, അതായത് എന്താ പറയാ, ഒരു ടേക്ക് ആൻഡ് ത്രോ ആണ്. ഒരു ദിവസം ഇപ്പൊ അപ്പൊ നമ്മൾ റൂമിൽ ചെയ്യുന്നു, ഞങ്ങൾ രണ്ടുപേരും റൂമിൽ നിൽക്കുമ്പോ വെച്ചാൽ ചില കാര്യങ്ങൾ ഇവൻ ചെയ്യും, ചിലത് ഞാൻ ചെയ്യും. ചിലപ്പോ എനിക്ക് വയ്യാണ്ടാവുമ്പോ ഇവൻ കണ്ടറിഞ്ഞ എല്ലാം ചെയ്യും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആ പുള്ളിക്കാരി എല്ലാം ചെയ്യേണ്ടി വരും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ സപ്പോർട്ടീവ് ബിഹേവിയർ ആണ്. എപ്പോഴും നമ്മൾ ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്ര ചെയ്യും, നിങ്ങൾ ഇത്ര ചെയ്യും, അത് പാത്രം ഞാൻ കഴുകും, നീ കുക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ അത്യാവശ്യം നമ്മള് കുറെ സംസാരിച്ച് ഇതാക്കിയിട്ടുണ്ട്. നമ്മുടെ ഡയറി മിൽക്ക് സിൽക്ക് അൺബോക്സിംഗ് പരിപാടി കഴിഞ്ഞു. അതിനി എങ്ങനെ നമ്മൾ തിന്നും, നമ്മളത് ബാക്കിയല്ലേ പതുക്കെ ഞൊണ്ടി. അതെ, അത്യാവശ്യ അവസ്ഥയായിട്ടുണ്ട് ആ സാധനം. അത് നമ്മൾ ഇന്നലെ മേടിക്കുമ്പോഴേ നമ്മളെ ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, അത് ലുലുവില് നമുക്ക് ഇത് വെച്ച് വേറെ പുതിയ പാക്കറ്റ് എടുക്കാന്ന് പറഞ്ഞത്. അത് നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ ഒരു ടെമ്പററി സെറ്റപ്പിലാണ്, സ്റ്റുഡിയോയിലേക്ക് എത്രയും പെട്ടെന്ന് മാറി. സ്റ്റുഡിയോ പറയാതെ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മളെ എസ്തെറ്റിക് ബാക്ക്ഗ്രൗണ്ട് പിടിച്ചാ നമ്മൾ ആ ഒരു പഴയ വിന്റേജ് വൈബ്. നമുക്ക് പേടിയുണ്ട്, ആ ഒരു വിന്റേജ് വൈബിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ പേടിയുണ്ടായിരുന്നു. വാലന്റൈൻസ് ഡേ ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. അതെ, നാട്ടുകാരൊക്കെ അത്യാവശ്യം കോപ്പറേറ്റീവ് ആയിരുന്നു, ആരും അലമ്പൊന്നും ഉണ്ടാക്കാൻ വന്നിട്ടില്ല. ഞങ്ങൾ ആദ്യം തൂക്കുന്ന വിചാരിച്ചേ, ഇവിടെ നമ്മൾ ഈ കുറ്റിയൊക്കെ അപ്പുറത്തെ എവിടെ നിന്നൊക്കെ എടുത്തോണ്ട് വന്നയാ. പിന്നെ ഈ സ്ഥലം സെറ്റ് ചെയ്യണം, ക്യാമറ സെറ്റ് ചെയ്യണം, മൈക്ക് സെറ്റ് ചെയ്യണം, ഡ്രസ് ഒക്കെ ഫോൺ എടുത്തോണ്ട് പോകുന്നൊക്കെ നമുക്കൊരു റേഡിയോ എടുത്തോണ്ട് ഓടി കഴിഞ്ഞ് നമ്മൾ പെട്ടി. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ച് എന്തുകൊണ്ടും സേഫ് ആയിട്ട് ഇത്രയും ആക്ച്വലി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോ എന്തുകൊണ്ടും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഇപ്പൊ എന്തൊക്കെയാണ് ഷിപ്പുകളെന്നും എന്തൊക്കെയാണ് എന്താണെന്ന് മനസ്സിലായിട്ട് വിചാരിച്ചില്ല, കാരണം നമ്മൾ കുറെ ഷിപ്പ് ഒന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ ഡേറ്റിംഗിൽ പാലിക്കുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, റെസ്പെക്ട്, ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്, പിന്നെ സപ്പോർട്ട് ചെയ്യുക ആൾക്കാർ എപ്പോഴും. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റഫ് മനസ്സിലായി വിചാരിക്കുന്നു. ഇതിപ്പോ ഞങ്ങൾക്കെല്ലാം അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇതൊക്കെ സംസാരിക്കുന്നത്. നമ്മൾ പറയുന്നത് ഒരു 100% ശരിയാണെന്നോ, നമ്മൾ അതിനുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, അത്രയൊക്കെ ഉള്ളൂ.
നമ്മൾ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനേക്കാൾ നന്നായി പറയാ അറിയുമെങ്കിൽ അതെ. റീച്ച് ഔട്ട് ടു us. Yes, definitely. എന്നും ഞാൻ എല്ലാ പറഞ്ഞ എപ്പിസോഡിലും പോലെ പറയുന്ന എപ്പോഴും പോലെ നിങ്ങൾക്ക് ഒരു കസാര ഇവിടെ സ്ഥലമുണ്ട്. ഒഴിച്ചിട്ടിരിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നിങ്ങൾക്ക് ഒരു കോ-ഹോസ്റ്റ് ആയിട്ട് വരുന്ന host as usual. അതെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റീച്ച് ഔട്ട് ടു മീ. നമുക്ക് ആ ഒരു പോസിബിലിറ്റി ചിന്തിക്കാവുന്നതാണ്. അപ്പൊ ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഇത് ബെറ്റർ ആക്കാം, ഈ വളവള അല്ലാണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡെഫിനറ്റ്ലി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ്. ആൻഡ് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ലൈക്ക് പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നല്ല സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാം, നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ. ഷൂട്ടായിട്ടായി മതിയായിരുന്നല്ലേ, റെക്കോർഡ് ചെയ്യാൻ മതിയായിരുന്നല്ലേ, കുറച്ചധികം ആയിരുന്നു. മൂഡ് ഉണ്ടെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല. ഹാഷിർ പറയുന്ന പോലെ മേര പയർ അവിടെ റെക്കോർഡായി സേഫ്.